നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും സംയമനവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നാമതായി, ഓരോ ഇന്ത്യൻ പൗരന്റെയും പേരിൽ ഇന്ത്യയിലെ ധീരരായ സേനാനികളെ, നമ്മുടെ സായുധ സേനകളെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും നമ്മുടെ ശാസ്ത്രജ്ഞനെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മുടെ ധീരരായ സൈനികർ അപാരമായ വീര്യം പ്രകടിപ്പിച്ചു. അവരുടെ ധൈര്യവും ധീരതയും ഈ രാജ്യത്തെ ഓരോ അമ്മയ്ക്കും, ഓരോ സഹോദരിക്കും, ഓരോ മകൾക്കും ഞാൻ സമർപ്പിക്കുന്നു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഭീകരർ കാണിച്ച ക്രൂരത രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കി. അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന നിരപരാധികളായ സാധാരണക്കാരെ നിഷ്കരണം കൊലപ്പെടുത്തി. അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ച് അവരുടെ കുടുംബങ്ങളെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഭീകരതയുടെ അങ്ങേയറ്റം ഭീകരമായ ഒരു മുഖവും നമ്മുടെ സാമൂഹിക ഐക്യവും തകർക്കാനുള്ള ക്രൂരമായ ശ്രമമായിരുന്നു ഇത്. വ്യക്തിപരമായി ഈ ആക്രമണം എനിക്ക് വളരെയധികം വേദനയുണ്ടാക്കി. ഒരു ഭീകരാക്രമണത്തിന് ശേഷം മുഴുവൻ രാഷ്ട്രവും, എല്ലാ പൗരന്മാരും, എല്ലാ സമൂഹങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ഒരേ സ്വരത്തിൽ നിലകൊണ്ടു. തീവ്രവാദികളെ ഇല്ലാതാക്കാൻ നമ്മുടെ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഇപ്പോൾ എല്ലാ തീവ്രവാദികൾക്കും, എല്ലാ ഭീകര സംഘടനകൾക്കും നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും നെറ്റിയിലെ സിന്ദൂരം തുടയ്ക്കാൻ ശ്രമിച്ചതിന്റെ അനന്തരഫലങ്ങൾ അറിയാം. സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറും ഒരു പേരല്ല. അത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. നീതിയോടുള്ള അചഞ്ചലമായ പ്രതിജ്ഞയാണ്. മെയ് 6 രാത്രിയിലും മെയ് 7 രാവിലെയും ഈ പ്രതിജ്ഞ പ്രവർത്തനമായി. ലോകം മുഴുവൻ അത് കണ്ടു. ഇന്ത്യയുടെ സായുധ സേന പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിലും പരിശീലന കേന്ദ്രങ്ങളിലും കൃത്യമായ ആക്രമണം നടത്തി. ഇന്ത്യക്ക് ഇത്രയും ധീരമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തീവ്രവാദികൾ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. എന്നാൽ രാഷ്ട്രം ഐക്യപ്പെടുകയും രാഷ്ട്രം ആദ്യമെന്ന മനോഭാവത്തിൽ നിറഞ്ഞിരിക്കുകയും പരമോന്നതമാവുകയും ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ ഇരുമ്പ് ചീട്ടായി മാറുകയും ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു. മാത്രമല്ല, അവരുടെ മനോവീര്യം തകർന്നു. ബഹാവൽപൂർ, മുരിദ്കെ തുടങ്ങിയ ഭീകര കേന്ദ്രങ്ങൾ വളരെ കാലമായി ആഗോള ഭീകരതയുടെ സർവകലാശാലകളായി പ്രവർത്തിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള പ്രധാന ഭീകരാക്രമണങ്ങൾ, അത് 9/11 ആകട്ടെ, ലണ്ടൻ ട്യൂബ് ബോംബിങ്ങുകളാകട്ടെ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങളാകട്ടെ, ഈ താവളങ്ങളുമായി ബന്ധമുണ്ട്. തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തകർക്കാൻ തുനിഞ്ഞതിനാൽ ഇന്ത്യ ഈ ഭീകരസ്ഥാനങ്ങൾ തകർത്തു. നമ്മുടെ ആക്രമണങ്ങളിൽ 100-ലധികം അപകടകാരികളായ ഭീകരരെ ഇല്ലാതാക്കി. 2.5 മുതൽ 3 പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തി പാകിസ്ഥാനിൽ പരസ്യമായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന നിരവധി ഭീകര സൂത്രധാരന്മാരെ ഒരു നിർണായക പ്രഹരത്തിൽ നമ്മൾ നിർവീര്യമാക്കി. സുഹൃത്തുക്കളെ,
ഇന്ത്യയുടെ നടപടിയെ തുടർന്ന് പാകിസ്ഥാൻ കടുത്ത നിരാശയും പരിഭ്രാന്തിയും കൊണ്ട് പിടിമുറുക്കി. ഇതിന്റെ ഉന്മാദത്തിൽ അത് മറ്റൊരു അശ്രദ്ധമായ പ്രവൃത്തി കൂടിയായി മാറി. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികളെ പിന്തുണയ്ക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങി. നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും സാധാരണക്കാരുടെ വീടുകളും നമ്മുടെ സൈനിക സ്ഥാപനങ്ങൾ പോലും ലക്ഷ്യമിട്ട് അവർ നിന്നു. പക്ഷേ അങ്ങനെ ചെയ്തതിലൂടെ പാകിസ്ഥാൻ സ്വയം തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും വൈക്കോൽ പോലെ തകർന്നു വീണത് ലോകം കണ്ടു. അവ ആകാശത്ത് വെച്ച് തന്നെ തകർന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്തി. നമ്മുടെ ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി ലക്ഷ്യങ്ങളിൽ പതിച്ചു. പാകിസ്ഥാൻ അഭിമാനിക്കുന്ന വ്യോമതാവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി. ആദ്യ 3 ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര നാശം ഇന്ത്യ വരുത്തി. ഇന്ത്യയുടെ ആക്രമണാത്മക നടപടിയെ തുടർന്ന് പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി. ആഗോളതലത്തിൽ സംഘർഷം കുറയ്ക്കാൻ അത് അഭ്യർത്ഥിക്കാൻ തുടങ്ങി. മെയ് 10 ഉച്ച കഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ DGMOയെ ബന്ധപ്പെട്ടു. അപ്പോഴേക്കും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു ഭാഗം ഞങ്ങൾ നശിപ്പിച്ചിരുന്നു. നിരവധി തീവ്രവാദികളെ നമ്മൾ ഇല്ലാതാക്കി. പാകിസ്ഥാനിലെ അവരുടെ ഭീകര കൂടുകൾ നമ്മൾ നാശമാക്കി. കൂടുതൽ തീവ്രവാദ സൈനിക പ്രകോപനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയും പറയുകയും ചെയ്തപ്പോൾ ഇന്ത്യ അത് പരിഗണിച്ചു. എന്നാൽ ഞാൻ ആവർത്തിക്കട്ടെ, പാകിസ്ഥാന്റെ തീവ്രവാദികൾക്കും സൈനിക സ്ഥാപനങ്ങൾക്കുമെതിരായ ഞങ്ങളുടെ പ്രത്യാക്രമണം ഞങ്ങൾ താൽക്കാലികമായി നിർത്തി. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കി അതിന്റെ ഓരോ നീക്കവും ഞങ്ങൾ വിലയിരുത്തും. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ 3 സായുധ സേനകളായ വ്യോമസേന, കരസേന, നാവികസേന എന്നിവയും അതിർത്തി സുരക്ഷാ സേനയും അർദ്ധ സൈനിക വിഭാഗങ്ങളും അതീവ ജാഗ്രതയിലാണ്. സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങൾക്കും ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ തീവ്രവാദ വിരുദ്ധ നയത്തെ നിർവചിക്കുന്നു. ഇതൊരു പുതിയ മാനദണ്ഡം, ഒരു പുതിയ സാധാരണ രീതി സ്ഥാപിച്ചിരിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യയെ തീവ്രവാദം ആക്രമിച്ചാൽ നമ്മളുടെ നിബന്ധനകൾക്ക് ഞങ്ങളുടെ രീതിയിൽ നമ്മൾ ശക്തമായ പ്രതികരണം നൽകും. തീവ്രവാദത്തിന്റെ വേരുകൾ എവിടെയായിരുന്നാലും നമ്മൾ കർശന നടപടി സ്വീകരിക്കും. രണ്ടാമതായി പറയട്ടെ, ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും സഹിക്കില്ല. ആണവ ഭീഷണിക്ക് പിന്നിൽ ഭീകര ക്യാമ്പുകൾ ഒളിപ്പിച്ചാലും ഇന്ത്യ കൃത്യതയോടെയും നിർണായക ശക്തിയോടെയും ആക്രമിക്കും. മൂന്നാമതായി, ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിനെയും തീവ്രവാദികളെയും ഞങ്ങൾ വേർതിരിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂരിനിടെ പാകിസ്ഥാന്റെ വൃത്തികെട്ട സത്യം ലോകം വീണ്ടും കണ്ടു. കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് വിട പറയാൻ മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഓടിയെത്തിയതെന്ന് ലോകം കണ്ടു. ഭരണകൂടം സ്പോൺസർ ചെയ്ത ഭീകരതയുടെ ശക്തമായ തെളിവായി ഇത് മാറി. എല്ലാ ഭീഷണികളിൽ നിന്നും ഇന്ത്യയെയും നമ്മുടെ പൗരന്മാരെയും സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ നിർണായക നടപടികൾ സ്വീകരിക്കുന്നത് തുടരും. സുഹൃത്തുക്കളെ, യുദ്ധക്കളത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ മാനം ചേർത്തിട്ടുണ്ട്. മരുഭൂമികളിലും പർവ്വതങ്ങളിലും നമ്മുടെ കഴിവ് പ്രകടമാക്കിയിട്ടുണ്ട്.
കൂടാതെ പുതിയ കാലത്തെ യുദ്ധങ്ങളിലും നമ്മളുടെ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ വിശ്വാസ്യത ശക്തമായി നമ്മൾ സ്ഥാപിച്ചു. 21ാം നൂറ്റാണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾക്കുള്ള സമയം വന്നിരിക്കുന്നുവെന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, എല്ലാത്തരം ഭീകരതയ്ക്കെതിരായ നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. തീർച്ചയായും ഈ യുഗം യുദ്ധത്തിൻ്റെതല്ല, പക്ഷേ ഭീകരതയുടെ യുദ്ധവുമല്ല. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സഹിഷ്ണുതയാണ് മെച്ചപ്പെട്ട ലോകത്തിന് നമ്മൾ ഉറപ്പു നൽകുന്നത്. സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഭീകരതയെ വളർത്തുന്ന രീതി ഒരു ദിവസം പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കും. പാകിസ്ഥാൻ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അതിന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കണം. സമാധാനത്തിലേക്ക് മറ്റൊരു വഴിയുമില്ല. ഇന്ത്യയുടെ നിലപാട് തികച്ചും വ്യക്തമാണ്. ഭീകരതയും ചർച്ചകളും ഒരുപോലെ പോകില്ല. ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല. ആഗോള സമൂഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ഞങ്ങളുടെ പ്രഖ്യാപിത നയം തുടരുന്നു. പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കണമെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ചായിരിക്കും. പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കണമെങ്കിൽ അത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ കുറിച്ചായിരിക്കും. പ്രിയ സഹപൗരന്മാരെ, ഇന്ന് ബുദ്ധ പൗർണമിയാണ്. ഭഗവാൻ ബുദ്ധൻ നമുക്ക് സമാധാനത്തിന്റെ പാത കാണിച്ചു തന്നു. സമാധാനത്തിലേക്കുള്ള പാത പോലും ശക്തിയിലൂടെയാണ്. മാനവികത സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും പുരോഗമിക്കണമെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും സമാധാനത്തോടെ ജീവിക്കാനും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ഇന്ത്യ ശക്തമായിരിക്കണം. ആവശ്യമുള്ളപ്പോൾ അതിന്റെ ശക്തി ഉപയോഗിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ അതുതന്നെയാണ് ചെയ്തത്. ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സായുധ സേനയെയും പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഓരോ ഇന്ത്യക്കാരന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും ഐക്യത്തിന്റെയും മുന്നിൽ ഞാൻ നമിക്കുന്നു. വളരെ നന്ദി. भारत माता की जय, भारत माता की जय, भारत माता की जय. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.